വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ, വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ. നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ. വാവാ യേശുനാഥ, വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ധാരാളമായ അനുഗ്രഹങ്ങളും കൃപകളും വർഷിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമ്മളായിരിക്കുന്നിടത്ത് നമ്മുടെ കണ്ണുകളടച്ച് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കി നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഈശോനാഥൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ, ഞാനായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നിൻ്റെ കൃപകൾ കൊണ്ട്, നിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ ധന്യമാക്കണമേ. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്ന എൻ്റെ എല്ലാ പ്രാർത്ഥനകളെയും സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ, നിന്നെ കൂടുതൽ അറിയാനും നിന്നെ കൂടുതൽ സ്നേഹിക്കാനും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനും എന്നെ പ്രാപ്തനാക്കണമേ എന്ന പ്രാർത്ഥനയോടെ, ഈശോയോടുള്ള വലിയ സ്നേഹത്തോടെ, ഈശോയോടൊപ്പമായിരിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ നമ്മുടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഉച്ചസ്വരത്തിൽ അവിടുത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ, നിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുക. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും എൻ്റെ ജീവിതത്തിൽ നിന്നിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുന്ന എല്ലാ കുറവുകളെയും പാപങ്ങളെയും അകറ്റിക്കളയാനും കഴിവുള്ളവൻ നീയാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ നന്ദി, യേശുവേ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നിന്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ. നിന്റെ കൃപകൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ.
നിന്റെ കൃപയുടെ വലയത്തിൽ നിന്ന് നിൻ കൃപ അകന്നു പോകാൻ നീ എന്നെ ഒരിക്കലും അനുവദിക്കരുതേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. തിരുകൃപ ഈശോയെ നന്ദി. ഈ മരുയാത്രയതിൽ യേശുവേ തിരുകൃപ മതി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവേ, യേശുവേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. നമ്മുടെ വലത് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഉച്ചസ്വരത്തിൽ 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഈശോ കേസറിയ ഫിലിപ്പായിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിനു മുമ്പ് ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അതിന് വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്. അവസാനം ഈശോ ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ആ ഉത്തരം ഈശോയ്ക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഉത്തരമായിരുന്നു. താൻ ദൈവപുത്രനാണ് എന്ന് പത്രോസ് തിരിച്ചറിയുന്നല്ലോ എന്നുള്ള വലിയ സന്തോഷം തുടർന്നുള്ള ഈശോയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഈ നിമിഷങ്ങളിൽ ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും കാതുകളിൽ മന്ത്രിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? ഞാൻ നിനക്ക് ആരാണ്? പ്രിയമുള്ളവരെ, വലിയൊരു വെല്ലുവിളിയോടെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ചോദ്യമാണിത്. ക്രിസ്തു എനിക്ക് ആരാണ്? പല ഉത്തരങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. പലരും ക്രിസ്തുവിനെക്കുറിച്ച് പല രീതിയിലുള്ള ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തെ ഉത്തരം നൽകുന്നത് തന്നെ പിതാവായ ദൈവമാണ്. ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ ജോർദാനിൽ സ്നാപക യോഹന്നാനിൽ നിന്നും മാമോദീസ സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറന്ന് പിതാവായ ദൈവം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. വീണ്ടും പലരും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശതാധിപൻ അവസാനം പറയുകയാണ്, ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു. പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. വീണ്ടും പിശാചുകൾ പോലും ക്രിസ്തുവിനെ നോക്കി പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിശാചു ബാധിതർ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വരുമ്പോൾ പറയുകയാണ്, നീ ദൈവപുത്രനാണ്. ശിഷ്യന്മാർ പോലും പലപ്പോഴും ഇത് തിരിച്ചറിയാൻ മറന്നപ്പോഴും പിശാചുകൾ പറയുകയാണ്, നീ ദൈവപുത്രനാണ്. വീണ്ടും ശിമിയോൻ എന്ന ജ്ഞാനപിതാവ് പറയുകയാണ്, നീ വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും ഇസ്രായേലിൻ്റെ മഹത്വവുമാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എങ്കിൽ ഈ ക്രിസ്തു നിനക്കാരാണ്? നീ ആരായിട്ടാണ് ഈ ക്രിസ്തുവിനെ കണക്കാക്കുന്നത്? ഈ ലോകം ക്രിസ്തുവിനെ കാണുന്നത് പോലെയാണോ നീ ക്രിസ്തുവിനെ കാണുന്നത്? ചിലർ ഈശോയെ വലിയൊരു പണ്ഡിതനായി കണക്കാക്കുന്നുണ്ട്. ചിലർ വെറും ഒരു കെട്ടുകഥയിലെ കഥാപാത്രം മാത്രമായി ക്രിസ്തുവിനെ കാണുന്നു. ചിലരൊരു ചരിത്ര പുരുഷനായി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളാണ് ഈ ലോകം ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിൽ വെച്ച് പുലർത്തുന്നത്. നിനക്ക് ഈ ക്രിസ്തു ആരാണ്? പ്രിയമുള്ളവരെ, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും സഹായകരമായത് 2 കള്ളന്മാരുടെ മനോഭാവമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാൽവരിയുടെ വിരിമാറിൽ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ അവൻ്റെ ഇടതും വലതും കിടക്കുന്ന 2 കള്ളന്മാരുണ്ട്. ആ 2 കള്ളന്മാർ ക്രിസ്തുവിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒന്നാമത്തെ കള്ളൻ ക്രിസ്തുവിനെ നോക്കിക്കാണുന്നത് ഈ ലോകം ക്രിസ്തുവിനെ നോക്കിക്കാണുന്നത് പോലെയാണ്. അവൻ നോക്കുമ്പോൾ
യഹൂദർ വേണ്ട എന്ന് വെച്ച ഒരു രാജാവാണ് ക്രിസ്തു. രാജാവായ പീലാത്തോസ് മരണശിക്ഷയ്ക്ക് വിധിച്ചവനാണ് ക്രിസ്തു. ശിഷ്യന്മാർ ഒന്നടങ്കം അവഗണിച്ചവനാണ് ക്രിസ്തു. ഇങ്ങനെ ലോകം കാണുന്ന രീതിയിൽ ക്രിസ്തുവിനെ കണ്ട അവൻ പറഞ്ഞു, ഇവൻ ശരിക്കും ഒരു പാപിയാണ്. എന്നാൽ രണ്ടാമത്തെ കള്ളൻ, നമ്മൾ നല്ല കള്ളൻ എന്ന് പേരിട്ട് വിളിച്ച ആ മനുഷ്യൻ, അവൻ ക്രിസ്തുവിനെ കാണുന്നത് ലോകം ക്രിസ്തുവിനെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവൻ ക്രിസ്തുവിനെ വിലയിരുത്തിയത് ക്രിസ്തു എങ്ങനെ ലോകത്തെ കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവൻ നോക്കുമ്പോൾ തന്നെ മരണശിക്ഷയ്ക്ക് വിധിച്ചവൻ്റെ മുമ്പിൽ പോലും വലിയ പ്രൗഢിയോടെ ധീരതയോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു രാജാവ്. പടയാളികൾ തന്നെ പീഡിപ്പിക്കുമ്പോഴും തൻ്റെ പ്രശാന്തത നഷ്ടപ്പെടുത്താതെ ശാന്തതയോടെ നിൽക്കുന്ന ക്രിസ്തു. വീണ്ടും വലിയ ഒരു അവൻ്റെ ശിരസിലേക്ക് വലിയൊരു കുരിശെടുത്ത് വെച്ചപ്പോഴും ആ കുരിശിനെ ചുംബിച്ചുകൊണ്ട് സന്തോഷത്തോടെ അത് ചുമന്ന് നീങ്ങുന്ന ക്രിസ്തു. അവസാനം തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പോലും, ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന ക്രിസ്തു. ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ലോകത്തെ നോക്കിക്കാണാൻ നല്ല കള്ളൻ ശ്രമിച്ചപ്പോൾ അവൻ പറഞ്ഞു വെക്കുകയാണ്, അവനിൽ പാപമൊന്നുമില്ല. അവൻ പറുദീസ സ്വന്തമാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നീ ക്രിസ്തുവിനെ കാണുന്നത്, നീ ക്രിസ്തുവിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ലോകം ക്രിസ്തുവിനെ നോക്കിക്കാണുന്നത് പോലെയാണോ? അതോ ക്രിസ്തു ലോകത്തെ നോക്കിക്കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ? ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ നീ ക്രിസ്തുവിനെ നോക്കിക്കാണുന്നത്? ആരാണ് നിനക്ക് ക്രിസ്തു? ഏത് ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്? ഖലീൽ ജിബ്രാൻ എന്ന വിഖ്യാതനായ എഴുത്തുകാരൻ്റെ അതിമനോഹരമായ ഒരു കഥയുണ്ട് ക്രിസ്തുവിനെ കുറിച്ച്. ആ കഥയുടെ ഇതിവൃത്തം ഇപ്രകാരമാണ്: ഓരോ 100 വർഷം കൂടുമ്പോഴും ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവും നസ്രായനായ ക്രിസ്തുവും കണ്ടുമുട്ടുകയാണ്. ലെബനോണിൻ്റെ കുന്നിൻ ചെരുവിലുള്ള പൂന്തോട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ യേശുവും നസ്രായനായ യേശുവും കണ്ടുമുട്ടുന്നു. ഒരുപാട് നേരം അവർ തമ്മിൽ സംസാരിക്കും. അവസാനം ആലിംഗനം ചെയ്ത് രണ്ടുപേരും പിരിയും. ഈ സമയം നസ്രായനായ യേശു ക്രിസ്ത്യാനികളുടെ യേശുവിനോട് പറയുന്ന ഒരു വാക്യമുണ്ട്. അതിപ്രകാരമാണ്: മൈ ഫ്രണ്ട്, ഐ ഫിയർ വി ഷാൾ നെവർ നെവർ എഗ്രി. എൻ്റെ പ്രിയ സ്നേഹിത, ഞാൻ ഭയപ്പെടുകയാണ്, നമ്മൾ ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല എന്ന്. നമ്മൾ ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വെച്ചു പുലർത്തുന്ന, ക്രിസ്ത്യാനികളായി നമ്മൾ വെച്ചു പുലർത്തുന്ന ചില തെറ്റായ ക്രൈസ്തവ മനോഭാവത്തെ, ക്രിസ്തു മനോഭാവത്തെ, ദൈവസങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്നതിന് വേണ്ടിയുള്ള ഒരു കഥയാണ്. നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ നോക്കിക്കാണുന്നത്? എൻ്റെ ജീവിതത്തിലേക്ക് ഉയർച്ച മാത്രം നൽകുന്ന ഒരുത്തനായിട്ടാണോ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്? അതോ എൻ്റെ ജീവിതത്തിൽ എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ തയ്യാറായ ദൈവപുത്രനായിട്ടാണോ ക്രിസ്തുവിനെ ഞാൻ നോക്കിക്കാണുന്നത്? നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യേണ്ട ഒരു ചോദ്യമാണിത്. എനിക്ക് ക്രിസ്തു ആരാണ്? ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണോ? നമ്മൾ വീണ്ടും കാൽവരിയിലെ കുരിശിൽ കിടക്കുന്ന സമയത്ത് നല്ല കള്ളൻ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറാകുന്നു. ക്രിസ്തുവിനെ സ്നേഹിക്കാൻ, ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ പറുദീസ കൈക്കലാക്കുന്നു. എന്നാൽ ഒന്നാമത്തെ കള്ളൻ അവിടെയും ക്രിസ്തുവിനെ നിന്ദിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാം. ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കണോ, ക്രിസ്തുവിൻ്റെ എതിര് നിൽക്കണോ? ക്രിസ്തുവിനെ സ്നേഹിക്കണോ, ക്രിസ്തുവിനെ നിന്ദിക്കണോ? ലോകത്തിൻ്റെ കൂടെ നിൽക്കണോ, ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കണോ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലും ഉണ്ടാകും. ഈ സാഹചര്യങ്ങളിൽ എന്ത് തീരുമാനമാണ് നമ്മൾ എടുക്കുന്നത്? പീലാത്തോസിൻ്റെ വിധിവാചകം പോലെയാണിത്. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നതിന് തൊട്ടു മുമ്പ് ജനങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിനെ വേണോ അതോ ബറാബാസിനെ വേണോ? ജനമൊന്നടങ്കം ബറാബാസിനെ മതി, ക്രിസ്തുവിനെ വേണ്ട എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉയരുന്ന ചില സമയങ്ങളുണ്ടാകാം. ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത്
വിശ്വാസിയായ ഓരോ സ്ത്രീയുടെ ചെവിയിലും ഈ ചോദ്യം ഉയർന്നു വരും: ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കണോ, ഭർത്താവിൻ്റെ കൂടെ നിൽക്കണോ? ഇതോടൊപ്പം തന്നെ വീട് തരാം, പണം തരാം, കാറ് തരാം എന്നെല്ലാം പറഞ്ഞ് നീ വിശ്വാസം ഒഴിവാക്കാൻ, വിശ്വാസത്തെ ത്യജിക്കാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യം ഉയരുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കും: ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കണോ അതോ ലോകത്തിൻ്റെ കൂടെ നിൽക്കണോ? ഒരു ജോലിക്ക് വേണ്ടി ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ കൈക്കൂലി തന്നാൽ ജോലി തരാമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ചോദ്യം ഉയർന്നു വരും: ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കണോ, ലോകത്തിൻ്റെ കൂടെ നിൽക്കണോ? നമുക്ക് ആത്മശോധന ചെയ്യാം. നീ സ്നേഹിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെയാണ് എങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കാനുള്ള ആർജവത്വവും ധൈര്യവും നീ കാണിക്കും. നമുക്ക് ആത്മശോധന ചെയ്യാം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് ഈ ചോദ്യം മനസ്സിൽ ആവർത്തിക്കാം: ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത്? എനിക്ക് ക്രിസ്തു ആരാണ്? എൻ്റെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൻ്റെ കൂടെയാണോ ഞാൻ നിൽക്കുന്നത് അതോ ലോകത്തിൻ്റെ കൂടെയാണോ നിൽക്കുന്നത്? ഈ ലോകം ക്രിസ്തുവിനെ നോക്കിക്കാണുന്നത് പോലെയാണോ ഞാൻ നോക്കിക്കാണുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈശോയെ, നിന്നെ ആരാധിക്കാൻ വേണ്ടി നിന്റെ മുമ്പിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞാൻ തിരിച്ചറിയുകയാണ്: ഈ ലോകത്തിൽ ആരാധനയ്ക്ക് യോഗ്യനായ ഏക വ്യക്തി നീയാണ്. എല്ലാ സ്തുതികൾക്കും എല്ലാ മഹത്വത്തിനും യോഗ്യനായ ദൈവം നീയാണ്. ഈ വലിയ വിശ്വാസത്തോടെ, വലിയ ആഗ്രഹത്തോടെ, ക്രിസ്തുവിനെ സ്വന്തമാക്കാനുള്ള വലിയ തീഷ്ണതയോടെ നമുക്കൊന്നു ചേർന്ന് ഈ ഗാനത്തിൻ്റെ ഈരടികൾ ഏറ്റുപാടി അവിടുത്തെ ആരാധിക്കാം. നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റുവാങ്ങാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്കൊന്നു ചേർന്ന് അവിടുത്തെ പാടി ആരാധിക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കി അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് വലിയ നന്ദിയുടെ മനോഭാവത്തോടെ, കൃതജ്ഞതയുടെ മനോഭാവത്തോടെ നമുക്കൊന്ന് ചേർന്ന് അവിടുത്തെ ആരാധിക്കാം. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിന്നെ മറന്ന് ഈ ലോകം തരുന്ന സന്തോഷങ്ങളുടെയും പ്രതീക്ഷകളുടെയും പിന്നാലെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. നിന്നേക്കാൾ ഉപരിയായി പലപ്പോഴും ഈ ലോകം തരുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞാൻ വില നൽകിപ്പോയിട്ടുണ്ട്. കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണമേ. ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം പൂർണ്ണമായും നിനക്ക് സമർപ്പിക്കുന്നതാണ് എന്ന് ഞാൻ നിനക്ക് വാക്ക് തരുന്നു.
ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ക്രിസ്തുവിനോട് കൂടെ നിന്ന് ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ. നീ തരുന്ന സന്തോഷവും നീ തരുന്ന സൗഭാഗ്യങ്ങളും മാത്രം മതി ഈശോയെ എനിക്ക്. ഈ വലിയ ആഗ്രഹത്തോടെ, അവിടുത്തോടൊപ്പമായിരിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ നമുക്ക് പാടി അവിടുത്തെ ആരാധിക്കാം. ദൈവപിതാവേ, സ്നേഹതാതനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ, സ്നേഹതാതനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, 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 ആമേൻ. ഒരിക്കൽ കൂടി ഹല്ലേലൂയാ, 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 ആമേൻ. നമ്മുടെ ഇരു കരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ എന്ന് ഏറ്റുപാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ആരാധന. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ആരാധന യേശുവേ, ആരാധന യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആരാധിക്കുന്നു, യേശുവേ നന്ദി, ഞങ്ങൾ യേശുവേ ആരാധിക്കുന്നു. യേശുവേ ആരാധന. ഈശോയെ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. നമുക്ക് മുട്ടിന്മേലായിരുന്നു കൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ.
നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.